ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പിങ്ക് പെറ്റൽസ്. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടമുള്ള ആലു പറാത്ത എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. എങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആലു പറാത്ത തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്ത് അതൊന്ന് പുഴുങ്ങിയിട്ട് ഉടച്ചൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടിയിലേക്ക് 1 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. ഈ 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വീഡിയോയിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. എല്ലാവരും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഇനി ഇത് ഞാൻ കുഴച്ചൊന്ന് മാവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാലാണ് ഉപയോഗിക്കുന്നത്. 1/2 കപ്പ് പാല് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് വേണം ഇതൊന്ന് കുഴച്ചും നല്ല മാവാക്കി എടുക്കാൻ. നല്ല മയത്തിൽ കുഴച്ചെടുത്ത ശേഷം കയ്യിൽ അല്പം എണ്ണ തടവി ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ട് 1 അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം മാവിൽ നിന്നും ഓരോ ഉരുളയെടുത്തിട്ട് പൊടി തൂക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇങ്ങനെ ആലു പറാത്ത തയ്യാറാക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉരുളയ്ക്കുള്ളിൽ ചീസ് ഫില്ല് ചെയ്തിട്ട് പരത്തിയെടുത്തും പറാത്ത തയ്യാറാക്കാം. അപ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റായി കിട്ടും. മാവ് മുഴുവനും ഇങ്ങനെ നമുക്ക് ഉരുളയാക്കി ആലു പറാത്ത പരത്തിയെടുക്കാം. ഇനി പറാത്ത ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിലൊരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തവ ചൂടായി വരുമ്പോൾ പറാത്ത അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ചുട്ടെടുക്കാം. പറാത്ത ഒന്ന് ചൂടായി വരുമ്പോൾ നെയ്യോ ബട്ടറോ ഓയിലോ അല്പം തടവി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലവണ്ണം ചുട്ടെടുക്കാം. ഈ രീതിയിൽ നമുക്ക് പരത്തിയെടുത്ത ആലു പറാത്ത മുഴുവനും ചുട്ടെടുക്കാം. ആലു പൊറോട്ട എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടതില്ല. ചട്നി സോസോ മാത്രമായാലും നമുക്കിത് കഴിക്കാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. കൂടാതെ ബെൽ ഐക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.